ഒരു വാക്ക് പറയണം. അവിടെ കല്യാണം ജാങ്കോ കലക്കി തരാം. നിർത്തണേ അണ്ണാ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ കല്യാണത്തിന് പോകണം. പോയൊരു സമ്മാനവും കൊടുക്കണം. എന്നാ പിന്നെ സദ്യയും കൂടി ഇട്ടിട്ട് വരാന്ന് പറയടാ. അണ്ണാ നമുക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ. സെന്റ് അടിക്കാടാ. നിന്റെ അച്ഛൻ ചത്ത അണ്ണാ ഇങ്ങോട്ട് നോക്ക്. സങ്കടമൊക്കെ എല്ലാവർക്കും വരും. എനിക്ക് സങ്കടം വരുമ്പോ അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം വരുമ്പോ അതാ നോക്ക്. ഈ കടവിൽ ഒന്ന് നിൽക്കൂ. എന്നിട്ട് മേൽപോട്ട് നോക്കിയിട്ട് എന്റെ പൊന്നമ്മിച്ചേന്ന് ഒറ്റ വിളിയാ. എന്നിട്ട് ഒറ്റ ചാട്ടം. ഇവിടെയൊക്കെ ആരാണാ ഒരു കുളി കുളിച്ച അങ്ങ് കാളാണാ. ഇന്ന് കുളിച്ചിട്ടല്ലേ ബാക്കി കാര്യം. ശിവൻകുട്ടിയണ്ണാ, നമ്മുടെ പോസ്റ്റ്മാൻ അണ്ണാച്ചി മരിച്ചു ഇന്നലെ രാത്രി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. സേലത്ത് അങ്ങനെ ബന്ധുക്കൾ മുഴുവൻ എത്തിയിട്ടുണ്ട്. ഒരേ ഡാൻസും പാട്ടും. ഇത് എന്തൊരാൾക്കാരെന്തോ. ഇവന്മാരെ കണ്ട് നമ്മൾ പഠിക്കണം. സങ്കടവും ദുരന്തവും സന്തോഷവും ഒക്കെ ഒരു ആഘോഷമാണ്. എടാ ജാങ്കോ, ചിന്ന വാടാ. Thank you. ചെല്ലണ്ണ. ഹലോ. ഹലോ. നന്നായി വരട്ടെ. ഹലോ. ചൂടണമെന്ന് പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവന, മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നിപ്പുഴ വെട്ടി തന്നവന. പൂവ് ചൂടണമെന്ന് പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവന, മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നിപ്പുഴ വെട്ടി തന്നവന. അക്കരെ നിന്നോ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ. അവനിക്കരെ വന്നപ്പോ ആരാ? അമ്മ, അമ്മ വരുന്നു മോനെ. എത്ര മഴ പെയ്താലും നമുക്ക് മാത്രം കറണ്ടില്ല. അച്ഛൻ. നിന്നെ കാണാനാണ് ഞാൻ വന്നത്. ഒരു അപകടം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് നിന്നെ കണ്ടു പറയാൻ. ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരീക്ഷ. ആ കണ്ണീര് തുറക്കേ. മരണത്തിൻ്റെ തീയെ അണയ്ക്കാൻ കഴിയാത്തതായ ഉപ്പുവെള്ളമാണ്. തുറക്കേ. നീ അമ്മ അകത്തേക്ക് കൊണ്ടുപോ. ശിവ, ഇന്നേക്ക് 39-ാം ദിവസം സൂര്യൻ ഉദിക്കുന്നത് നിന്റെ മരണശീട്ടുമായിട്ടായിരിക്കും. ഒരു ശത്രു, ഒരു അസുരൻ നിന്നെ തേടിയെത്തും ഇവിടെ. കൊടുങ്കാറ്റ് പോലെ അവൻ വരും. നീ ദിനവും കുമ്പിടുന്ന ഒരാൾ ദൈവത്തിനും നിന്നെ അവനിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അവനെ തടയാൻ രണ്ട് ശക്തികൾക്കേ സാധിക്കൂ. ആ രണ്ടുപേരുടെയും നാമം ഒന്നു തന്നെ, ശിവൻ. മുരുദേശ്വര ക്ഷേത്രം, ആത്മശൈലങ്ങളുടെ നാഥൻ വാഴുന്നിടം. അവിടെ ചെന്ന് ആ ആത്മലിംഗത്തിൽ സ്വയം അർപ്പിക്കുക. പാതി അവൻ ചെയ്യും, 2ാം പാതി നീയാണ്. ഒളിച്ചോടരുത്. സ്വന്തം അസ്ഥികൾ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കുക.
സ്വദേഹിയത്തെ ആയുധമാക്കിയ നരനെ വെല്ലുവാൻ നാരായണന് പോലും കഴിയില്ല. നിന്റെ അമ്മയെ വിളിക്ക. ഞാൻ വന്നതും പറഞ്ഞതും ഒന്നും ആരും അറിയണ്ട. ഇനിയുള്ള 39 ദിവസം ഈ ഭസ്മം നിന്റെ മകനെ കാക്കും. വിജയം നിനക്കാണോന്ന് അറിയില്ല. ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും. എന്താടാ അണ്ണാ ചതച്ചി? ആരാ? എന്താ മക്കളെ? അത് ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ. ഇത്തിരി വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. എനിക്കും കൂടെ എടുത്തോ. അണ്ണാ ചതച്ചു, അവൻ വരണം. ഭാസ്കരൻ ഇന്നിപ്പോ സിറ്റിന്ന് കിട്ടിയ ന്യൂസാ. പിച്ചക്കാരന്മാരുടെ അടുത്തുകൾ ജയിലിൽ നിന്ന് വന്നപ്പോ പറഞ്ഞതാ. ഈ വരണ 15 അവൻ പുറത്തിറങ്ങും. 7 ദിവസത്തെ പരോളിൽ. അവന്റെ പെണ്ണിന് ദീനം കൂടുതലെന്ന് പറഞ്ഞാണ്. അവരെ ഭാസ്കരൻ ഉപേക്ഷിച്ചിട്ട് കൊല്ലനുണ്ടായി. നിങ്ങൾ തൽക്കാലത്തേക്ക് എവിടെങ്കിലും മാറി നിൽക്കുന്നതാണ് നല്ലത്. ഏതു മാളത്തിപ്പ് വിളിച്ചാലും കാച്ചും എന്നാണ് പറഞ്ഞേക്കണത്. തീയതി എത്ര? ജൂലൈ 7. ഇന്നേക്ക് 39ാം ദിവസം. 39ാം ദിവസം. നേരത്തെ വിട്ടു. കോളേജിന് മുമ്പിൽ തട്ടിലിരുന്ന് ബീഫ് അടിക്കുന്നത് നമ്മുടെ കുറച്ച് പയ്യന്മാര് കണ്ടു. എടാ കൊടുമ്പാറേ, നിങ്ങൾ ശിവൻകുട്ടിയുടെ വീട്ടിൽ പോയി അവനെ പൊക്ക്. ഞാൻ എപ്പോഴത്തെ വണ്ടി റെഡിയാക്കാം. തൽക്കാലം നമുക്ക് അവനെ എവിടെയെങ്കിലും മാറ്റാം. നീ വേഗം പോ, വേഗം ശിവൻകുട്ടിയാണോണ്ടാ? അവൻ എങ്ങോട്ടോ പോയി. എന്താ മക്കളെ? ഭാസ്കരൻ നേരത്തെ വരണമെന്ന്. അയ്യോ, ഞങ്ങളെ നോക്കിയിട്ട് വരാം. പെട്ടെന്ന് വരാം. ഭാസ്കരൻ നേരത്തെ ഇറങ്ങി. നീ മുക്കിലേക്ക് ഇറങ്ങി. ഞങ്ങൾ അണ്ണനെ വിളിച്ചോണ്ട് വരാം. അതെ, ഒന്ന് വേഗം വന്നേ. എന്താ? ഭാസ്കരൻ വന്നു. കേറ് വേഗം കേറ്. ഇതെവിടെ പോയി കിടക്കുക നിങ്ങൾ? ഇങ്ങോട്ട് കേറണ്ട. അണ്ണാ പെട്ടെന്ന് സ്റ്റാർട്ടാക്ക, വേഗം പോ. സോറി അണ്ണാ, ഇത് കേരള ടിവിയുടെ ദും തരികിടത്തോന്ന് പറഞ്ഞ പ്രോഗ്രാമാ. സാറിങ്ങോട്ട് ഇറങ്ങണം. ചമ്മി ചമ്മി ചമ്മി. എടാ ഒരു തമാശ. അണ്ണാ അണ്ണ സമ്മാനമുണ്ട്. ഒരു ചാക്കരി, 3 സോപ്പ്, 4 ചിപ്പോ. അണ്ണ ക്യാമറ ഉണ്ട് അവിടെ. ക്യാമറ ഒരു ക്യാമറ ഉള്ള. ഇനി വേറെ വല്ല ക്യാമറ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ? ഇല്ലല്ലോ. നീ എന്റെ അമ്മയെ കണ്ടോ? ഇത് കേട്ടാ ചിലപ്പോ ഒരു ചങ്കൂട്ടി ചത്തു. അവർക്ക് വായിക്കാരിടാനാണോടാ നിന്റെ ഈ ഒരു ചാക്കാരി? അയ്യോ അല്ല. നീയൊക്കെ ഇതുവരെ മറ്റുള്ളവർക്കല്ലേ സമ്മാനം കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ നിനക്കൊരു സമ്മാനം തരാം.
ചിരിക്കടാ ചിരിക്കേ. സ്വന്തം തന്ത വെള്ളം കിട്ടാതെ ചാവണ കണ്ടാലും നീയൊക്കെ ചിരിക്കും. നീയൊക്കെ ഞാൻ പെടഞ്ഞ് ചാവണ കാത്തിരിക്കുക. അറിയാം, ശിവൻകുട്ടി ഒളിച്ചോടൂല. ഈ തെരുവിൽ കിടന്ന് വളർന്നവനാ ഞാൻ. ഇവിടെ കിടന്ന് ചത്താലും സന്തോഷ.